50 നോയമ്പിന്റെ അവസാന ആഴ്ചയിലേക്കാണ് വിശ്വാസികൾ ഓശാന ഞായറിലൂടെ പ്രവേശിക്കുന്നത്. ക്രിസ്തുവിന്റെ പീഡാനുഭവവും കുരിശുമരണവും പുനരുദ്ധാനവും ആചരിക്കുന്ന ദിവസങ്ങൾ കൂടിയാണ് വലിയ ആഴ്ച. യഹൂദരുടെ പെസഹ തിരുനാൾ ആചരണത്തിനായി ജെറുസലേം ദേവാലയത്തിലേക്ക് ക്രിസ്തു നടത്തിയ യാത്രയിൽ ജെറുസലേമിന്റെ തെരുവുകളിൽ ആൾക്കൂട്ടം ഒലിവ് ചില്ലകൾ വീശി സ്വീകരിച്ചതിന്റെ അനുസ്മരണം ദേവാലയങ്ങളിൽ നടന്നു. കുർബാന മധ്യേ കാർമികൻ വിതരണം ചെയ്ത കുരുത്തോലകളുമായി വിശ്വാസികൾ പ്രദക്ഷിണം നടത്തി. സീറോ മലബാർ സഭാതലവൻ കർദിനാൾ ജോർജ് ആലഞ്ചേരി എറണാകുളം കത്തീഡ്രൽ ബസിലിക്കയിലും, സീറോ മലങ്കര സഭാതലവൻ കർദിനാൾ ബസേലിയോസ് മാർ ക്ലെമ്മീസ് കാതോലിക്ക ബാബ തിരുവനന്തപുരം പട്ടം കത്തീഡ്രലിലും, ലത്തീൻ സഭയിൽ തിരുവനന്തപുരം പ്രൊവിൻസിൽ ആർച്ച് ബിഷപ്പ് ഡോക്ടർ എം സൂസപ്പാക്യവും, വരാപ്പുഴ പ്രൊവിൻസിൽ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിലും കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. മാർത്തോമ സഭയിൽ ജോസഫ് മാർത്തോമ മെത്രാപ്പൊലീത്തയും, യാക്കോബായ സഭയിൽ ബസേലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാബയും, ഓർത്തഡോക്സ് സഭയിൽ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദീദിയൻ കാതോലിക്ക ബാബയും കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. ഇതര ക്രൈസ്തവ സഭകളായ CSI, ബിലീവേഴ്സ് ചർച്ച് തുടങ്ങിയ സഭകളിലും ഓശാന ഞായർ ആചരിച്ചു. റിപ്പോർട്ടർ, കൊച്ചി.